എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC കോൺസ്റ്റബിൾ 2024 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സൗജന്യമായിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ് 2 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 20-21 തീയതിയാണ് നൽകുന്നത്. ശനിയും ഞായറും ഒക്കെ 2 അവധി ദിവസങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ തിരുവനന്തപുരത്ത് കാട്ടുവിള വിജയ് സ്കൂളിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ജനുവരി 20-21 തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. വൈകിട്ട് 4 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ശനിയും ഞായറും 2 ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും 20-21 തീയതികളിൽ. ഓക്കെ, ഇതിൽ നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലം, പാലക്കാട്, പത്തനംതിട്ട, അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഒരു 100 പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 100 പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലാസ്സിന് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേര്, ജില്ല, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, അതായത് ഇത്ര പേര് വരും എന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി, അതനുസരിച്ച് ഫുഡ് ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വരുന്ന ആളുകൾക്ക്, അതായത് നമ്മൾ ഈ ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് നമ്മൾ 100% ഗ്യാരണ്ടീഡ് ക്ലാസ്സുകളായിരിക്കും നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഈ 2 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. എക്സാമിന് വരാൻ സാധ്യതയുള്ള, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യങ്ങൾ, ടോപ്പിക്കുകളായിരിക്കും ഈ 2 ദിവസം എടുക്കുന്നത്. ഓക്കെ, ഞാനുണ്ടായിരിക്കും, മഹിമ മിസ് ഉണ്ടായിരിക്കും, മിസ്സിൻ്റെ റീസണിങ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ 2-3 പേരൊക്കെ ക്ലാസ് എടുക്കാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു കാരണവശ കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് നഷ്ടമെന്ന് തോന്നത്തില്ല. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. 100% എഫക്റ്റീവായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 40% തൊട്ട് 60% വരെ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ലഭിക്കും എന്ന് 100% ഗ്യാരണ്ടീഡായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സിലബസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇരുത്തി പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. വീട്ടിൽ ചെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്, നമ്മൾ എല്ലാ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ അവിടെ ഇരുത്തി പഠിപ്പിച്ചിട്ട് വിടുന്ന സ്റ്റൈലാണ് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ് ആയിരുന്നാലും, മഹിമയുടെ ക്ലാസ് ആയിരുന്നാലും, ദിജിഷ മിസ്സിൻ്റെ ക്ലാസ് ആയിരുന്നാലും എല്ലാവരും അവിടെ ഇരുത്തി പഠിപ്പിച്ചിട്ട് വിടുന്ന ആ ഒരു ലെവല് ക്ലാസ് ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓഫ്ലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ക്ലാസ് നഷ്ടം വരത്തില്ല. ഇനി നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, അങ്ങനെ അങ്ങോട്ടുള്ള ജില്ലയിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷം ഈസ്റ്റ് കോട്ട അല്ലെങ്കിൽ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ബസ് കയറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വിജയ് സ്കൂളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. ഓക്കെ, അതായത് ഈ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വിളപ്പിൽശാല, വെള്ളനാട്, പേയാട്, പുളിയറക്കോണം, ചെറുകോട്, കട്ടയ്ക്കോട്, കാട്ടാക്കട, ഈ ബസ്സുകളിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങാം. ഓക്കെ, ഈ പറയുന്ന ബസ്സുകളെല്ലാം പോകുന്നത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. മെയിൻ റോഡിൽ തന്നെയാണ് സ്കൂൾ ഇരിക്കുന്നത്. വലിയ സ്കൂളൊന്നുമല്ല, കുഞ്ഞു സ്കൂളാണ്. ഓക്കെ, ഈ പറയുന്ന റോഡ് സൈഡിൽ തന്നെയാണ് സ്കൂൾ ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് പോകുന്നുണ്ടെങ്കിലും സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബസ് ത്രൂ ഔട്ട് കിട്ടും.
ഓക്കെ, എപ്പോഴും ബസ് ഉള്ള ഏരിയ തന്നെയാണ്, മെയിൻ റോഡാണ്, ഇടവഴിയോ അങ്ങനെയൊന്നുമില്ല, മെയിൻ റോഡിൽ തന്നെയാണ് ഈ പറയുന്ന സ്കൂൾ ഇരിക്കുന്നത്. ഓക്കെ, വിജയ് സ്കൂൾ എന്നാണ് പേര്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. കോണ്ടാക്റ്റ് ചെയ്ത ശേഷം വിളിച്ചറിയിക്കുക. ഞാൻ വരുന്നുണ്ട്, താല്പര്യമുണ്ട് എങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കുക. നമ്മളൊരു 100 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കും. 100 പേർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്രയും പേർക്കുള്ള ഫുഡായിരിക്കും നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലും സ്കൂളിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വരുന്ന 20-21 തീയതികളിൽ, ജനുവരി 20-21 തീയതികളിൽ വിജയ് സ്കൂൾ അനക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കരുതുന്നുണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെ ചിലവ് നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.